തിരുവനന്തപുരത്തെ വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് കേശവപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ആ പേരിൽ തന്നെയുണ്ട്, കേശവൻ എന്ന പേരിൽ തന്നെയുണ്ട്, ശ്രീകൃഷ്ണൻ്റെ ഗ്രാമം തന്നെയാണിത്. ഒരിക്കൽ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവച്ചിരുന്നു. ഇന്നിപ്പോൾ നാളെ ജന്മാഷ്ടമി ആയതുകൊണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് വന്നത്. ഇവിടുത്തെ ക്ഷേത്ര മേൽശാന്തി എന്നോടൊപ്പമുണ്ട്. അങ്ങ് ഐശ്വര്യത്തോടു കൂടി വന്ന് ഞങ്ങളോട് ജന്മാഷ്ടമിയെക്കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് എന്നേക്കാൾ ഐശ്വര്യമുള്ള ആൾ ശ്രീകോവിലിനകത്തുണ്ട് എന്നാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരുക്കങ്ങൾ, തിരുമേനി പറയൂ. എല്ലാം ഗംഭീരമായിട്ട് നടക്കുന്നു. വളരെ വിധിപ്രകാരം നടക്കുന്ന അമ്പലമാണ്. നമ്മൾ ഇപ്പം നിങ്ങൾ പൂവിൻ്റെയൊക്കെ എടുത്തു, തെറ്റി, തുളസി, താമര അതൊക്കെയാണ് പുഷ്പാഭിഷേകം എടുക്കുന്നത്. അരച്ചേന്ദ്രനാണ് ചാർത്തുന്നത്. പിന്നെ ഹിസ്റ്ററി പറയുന്ന 5000 വർഷത്തെ പഴക്കമാണ്. നമുക്ക് അറിവുള്ളത് ഒരു 400 വർഷത്തെ എന്ന് പറഞ്ഞാൽ 8ര യോഗത്തിൽപ്പെട്ട കുബക്കര മടക്കാരുടെ കീഴിലായിരുന്നു അമ്പലം. പിന്നാണത് നാട്ടുകാർക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് അറിയുന്ന ഹിസ്റ്ററി 400 വർഷമാണ്. അതിപുരാതന വിഗ്രഹം. പിന്നെ കൈതപ്പുറം പോലുള്ള ഭക്തിയുള്ള ആൾക്കാർ, ബാക്കിയുള്ള ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ളവർ പൂജിച്ചിട്ടുണ്ട്. വളരെ ക്ഷയിച്ച് കിടക്കുന്ന അമ്പലമായിരുന്നു. ഇപ്പം ക്രമേണ ഫ്ലറിഷായിട്ട് വരികയാണ്. ഇപ്പം 17 സപ്താഹം കഴിഞ്ഞു. അതാണ് സന്തോഷത്തിലാണ് തിരുമേനി. തീർച്ചയായിട്ടും നല്ല മംഗളകാരിയാണ് ഇരിക്കുന്നത്. എല്ലാം കൊടുക്കാൻ തയ്യാറാണ്. നമ്മൾ ആ മനസ്സോടെ ചെന്നാൽ മതി, എളിമയോടെ ചെന്നാൽ സീറോയായിട്ട് ചെന്നാൽ ഹീറോ ആയിട്ട് പോകാമെന്ന് പറയാറുണ്ട്. അതെ അതെ. പൊതുവെ കൃഷ്ണനോട് എല്ലാവർക്കും ഒരു സ്നേഹമാണ്. കൃഷ്ണനോട് എന്തും പറയാം, വഴക്കിടാം, അങ്ങനെയുള്ളൊരു മൂർത്തിയാണ് കൃഷ്ണൻ. ജന്മാഷ്ടമി ദിനത്തിൽ കൃഷ്ണനെ നമ്മൾ ഭക്തിപൂർവ്വം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ച് അങ്ങേക്കൊരു സന്ദേശം പറയാമോ? നമുക്ക് അങ്ങ് പറഞ്ഞ പോലെ ഏത് ഭാവത്തിൽ ചെന്നാലും ഇപ്പം പ്രേമിക്കുന്നവർക്കാണെങ്കിൽ പ്രേമത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ്. ഭക്തനാണ് ഇത്, ഗുരുവാണെങ്കിൽ അർജുനന് അത്. അപ്പം ഏത് ലെവലിലുള്ള ആൾക്കാർക്കും അദ്ദേഹത്തിൽ നിന്ന് മാർഗനിർദ്ദേശം കിട്ടും. ബാക്കിയുള്ള മൂർത്തികൾക്ക് അത്രത്തോളം കുറവല്ല പറയുന്നത്. പക്ഷേ ഈ കൃഷ്ണനുള്ള ഭാവം എല്ലാ വികാരമുള്ളവർക്കും അവിടെ നിന്ന് മനസ്സിലായില്ലേ, അതിനുള്ള ആൻസർ കിട്ടുന്നതാണ്. അതാണ് അവിടെ വ്യത്യാസം. അറിവാണെങ്കിൽ പാർസാരഥി, ഇപ്പോൾ ജ്ഞാനത്തിൻ്റെ ഇതാണ് സന്ദേശം അതിൽ കൂടെ കൊടുക്കുന്നത്. അപ്പോൾ ഏത് ഭാവത്തിൽ ബാലകനാണെങ്കിൽ അങ്ങനെ, അപ്പോൾ ഏത് ഭാവത്തിലുള്ളവർക്കും ഇവിടെ നിന്ന് പാഠങ്ങൾ പഠിക്കുക, ഉൾക്കൊള്ളാം. അമ്പലത്തിലെത്തുന്ന ഓരോ കുഞ്ഞുങ്ങളിലും ബാലകന്മാരിലും കൃഷ്ണൻ്റെ ഭാവം ഇന്ന് കാണാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പലരും എന്നെ വിമർശിക്കും. പക്ഷേ ഈ കുട്ടിയുടെ മുഖത്ത് കൃഷ്ണൻ്റെ ഭാവം തന്നെയാണ് നമുക്കിന്നിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നാളെ ജന്മാഷ്ടമിയാണ്. ഇന്നിവിടെ എത്തുന്ന ഓരോ ബാലകന്മാരിലും ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മോൻ്റെ പേരെന്താ? അദ്വൈത്. ഇതെന്താ ഈ വേഷം ഇങ്ങനെയൊക്കെ മുണ്ടെടുത്തിരിക്കുന്നത്? ഞാൻ ഇവിടെ പ്രസാദം കൊടുക്കാൻ വരികയാണ്. പ്രസാദം കൊടുക്കാൻ വരാൻ ഭയങ്കര ഇഷ്ടമാണോ? ഈ ജന്മാഷ്ടമി ആയതുകൊണ്ട് മാത്രമാണോ, അല്ലെങ്കിൽ എപ്പോഴും വരാറുണ്ടോ? ഞാൻ ഇടയ്ക്കൊക്കെ ഫ്രീ കിട്ടുമ്പോൾ ഞാൻ വരും. മോൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ചിന്മയ വിദ്യാലയ ആറ്റുകാൽ. ഓക്കെ. അപ്പോൾ എപ്പോഴാണ് ഫ്രീ കിട്ടുന്നത്? ഞാൻ ഇതേപോലെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പം ഞാൻ വരും. മോൻ അറിയുന്ന ഒരു നല്ലൊരു കൃഷ്ണഭക്തി, കൃഷ്ണ ശ്ലോകം ചൊല്ലാമോ? ഭഗവത്ഗീത അറിയാം. ചൊല്ലു. ജ്ഞാനപ്പാനറിയാം. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും, പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുക. സന്തോഷം. മോനെ ഗുരുവിനെ കുറിച്ച് തന്നെയാണ് അവൻ്റെ നാവൽ ആദ്യം വന്നത്. ആ ഗുരുത്വം അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ചെല്ലുക, അവിടെ പ്രസാദം കൊടുക്കുക.